തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നാഹും പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ആമുഖ വായന. അസീറിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിനവയുടെ പതനത്തിന് തൊട്ടു മുൻപായിരിക്കണം നാഹുമിന്റെ പ്രവചനങ്ങൾ നടന്നത്. നിനവയുടെ നാശമാണ് ഗ്രന്ഥത്തിലെ പ്രമേയം. അസീറിയയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയുടെയും അടിമത്തത്തിന്റെയും പശ്ചാത്തലത്തിലെ പ്രവാചകന്റെ സന്തോഷം മനസ്സിലാക്കാനാവൂ. എൽക്കോഷ് എന്ന സ്ഥലസൂചനയല്ലാതെ പ്രവാചകനെ പറ്റി മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശക്തി വൈഭവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗീതമാണ് ആദ്യം. അവിടുന്ന് ഇനി വൈകുകയില്ല. യൂദായുടെ കഴുത്തിലെ നുകം ഒടിക്കും, വിലങ്ങുകൾ പൊട്ടിക്കും. നിനവയുടെ പതനം പടിപടിയായി വർണ്ണിച്ചുകൊണ്ടുള്ള പ്രവചനങ്ങളാണ് ബാക്കി ഭാഗം. ദൃക്സാക്ഷി വിവരണം പോലെ സജീവമാണ് ഈ ഭാഗം. പ്രതീകങ്ങൾ മാറി മാറി ഉപയോഗിച്ച് നാശത്തിന്റെ ഭീകരത വരച്ചു കാട്ടുന്നു. സ്വന്തം ജനത്തിനെതിരെ പ്രവാചകൻ ഒന്നും ശബ്ദിക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. അധ്യായം 1. നിനവയുടെ മേൽ വിധി. നിനവയെ സംബന്ധിച്ചുള്ള പ്രവചനം. എൽക്കോഷനായ നാഹുമിന്റെ ദർശന ഗ്രന്ഥം. കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തന്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വെക്കുകയും ചെയ്യുന്നു. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത. മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ്. അവിടുന്ന് കടലിനെ ശാസിക്കുകയും വറ്റിച്ചു കളയുകയും ചെയ്യുന്നു. നദികളെ അവിടുന്ന് വരട്ടുന്നു. ബാഷാനും കാർമലും ഉണങ്ങുകയും ലെബനോനിലെ പുഷ്പങ്ങൾ വാടുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ അവിടുത്തെ മുൻപിൽ പ്രകമ്പനം കൊള്ളുന്നു. മലകൾ ഉരുകിപ്പോകുന്നു. ഭൂമിയും ലോകവും അതിലുള്ളതൊക്കെയും അവിടുത്തെ മുൻപിൽ ശൂന്യമായി തീരുന്നു. അവിടുത്തെ രോഷത്തിനു മുൻപിൽ നിലകൊള്ളാൻ ആർക്കു കഴിയും? അവിടുത്തെ കോപാഗ്നി ആർക്കു സഹിക്കാനാവും? അഗ്നി പോലെ അവിടുത്തെ ക്രോധം വർഷിക്കപ്പെടുന്നു. അവിടുന്ന് പാറകളെ ഉടച്ചു കളയുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്താൽ അവിടുന്ന് തന്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും. അവിടുന്ന് അവരെ അന്ധകാരത്തിലേക്ക് അനുധാവനം ചെയ്യും. കർത്താവിനെതിരായി നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത്? അവിടുന്ന് അത് നിശേഷം തകർക്കും. ശത്രുക്കളുടെ മേൽ രണ്ടാമതൊരു പ്രതികാരം അവിടുന്ന് ചെയ്യുകയില്ല. കെട്ടുപിണന് കിടക്കുന്ന മുൾപടർപ്പ് പോലെ, ഉണങ്ങിയ വക്യോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും. കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദ്രോഹം ഉപദേശിക്കുകയും ചെയ്ത ഒരുവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ ശക്തിയും എണ്ണവും എത്ര അധികമായാലും അവർ വിച്ഛേദിക്കപ്പെട്ട് ഇല്ലാതാകും. ഞാൻ നിന്നെ പീഡിപ്പിച്ചെങ്കിലും മേലിൽ പീഡിപ്പിക്കുകയില്ല. അവന്റെ നുകം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. കർത്താവ് നിന്നെപ്പറ്റി കൽപ്പിച്ചിരിക്കുന്നു, നിന്റെ നാമം മേലിൽ നിലനിൽക്കുകയില്ല. നിന്റെ ദേവന്മാരുടെ ആലയത്തിൽ നിന്ന് കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഞാൻ വെട്ടിമാറ്റും. ഞാൻ നിനക്ക് ശവക്കുഴി ഉണ്ടാക്കും, എന്തെന്നാൽ നീ നികൃഷ്ടനാണ്. സദ്വാർത്ത കൊണ്ട് വരുന്നവന്റെ സമാധാനം പ്രഘോഷിക്കുന്നവന്റെ പാദങ്ങൾ അതാ മലമുകളിൽ. യൂദ, നീ നിന്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക. എന്തെന്നാൽ ഇനി ഒരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല. അവൻ നിശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അധ്യായം 2. നിനവയുടെ പതനം. വിനാശകന് നിനക്കെതിരെ വരുന്നു. കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. വഴികളിൽ കാവൽ നിർത്തുക. നീ അരമുറുക്കുക.
സർവശക്തിയും സംഭരിക്കുക. കർത്താവ് യാക്കോബിന്റെ പ്രതാപം പുനഃസ്ഥാപിക്കുന്നു, ഇസ്രായേലിന്റെ പ്രതാപം പോലെ തന്നെ. കവർച്ചക്കാർ അത് അപഹരിച്ച് അവരുടെ ശാഖകളെ നശിപ്പിക്കുന്നു. അവന്റെ യോദ്ധാക്കളുടെ പരിചയ്ക്കു ചെന്നിറമാണ്. അവന്റെ സൈനികർ രക്താംബരം അണിഞ്ഞിരിക്കുന്നു. അണിനിരന്നു നീങ്ങുമ്പോൾ അവരുടെ രഥങ്ങൾ തീജ്വാല പോലെ മിന്നുന്നു. പടക്കുതിരകൾ കുതിച്ചു പായുന്നു. രഥങ്ങൾ തെരുവീതിയിലൂടെ ചീറിപ്പായുന്നു. തുറസായ സ്ഥലങ്ങളിലൂടെ അങ്ങുമിങ്ങും ഓടുന്നു. അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. സേവകരെ വിളിച്ചു കൂട്ടുന്നു. അവർ ചാടിക്കടക്കുന്നു. അവർ മതിലിനടുത്തേക്ക് ഓടിയെടുക്കുന്നു. ലോഹമറ സജ്ജമാക്കിയിരിക്കുന്നു. നദികൾ തുറന്നു വിട്ടിരിക്കുന്നു. രാജമന്ദിരം തകർന്നു കിടക്കുന്നു. രാജ്ഞിയെ വിവസ്ത്രയാക്കി പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നു. അവളുടെ ദാസിമാർ പ്രാവുകളെപ്പോലെ ദുഃഖിച്ചുകൊണ്ട് മാറത്തടിച്ചു നിലവിളിക്കുന്നു. ജലം വാർന്നൊഴുകുന്ന കുളം പോലെയാണ് നിനവേ. നിൽക്കൂ, നിൽക്കൂ എന്ന് അവർ വിളിച്ചു പറയുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ളിയും സ്വർണവും കൊള്ളയടിക്കുക, അതിലെ നിധികൾക്ക് അന്തമില്ല. എല്ലാത്തരം അനർഘ വസ്തുക്കളും അവിടെയുണ്ട്. ശൂന്യം, ശൂന്യത, വിനാശം. ഹൃദയം മരവിക്കുന്നു. കാൽമുട്ടുകൾ വിറയ്ക്കുന്നു. അരക്കെട്ടിൽ അതിയായ വേദന. എല്ലാവരുടെയും മുഖം വിളറുന്നു. സിംഹം ഇരയെ കൊണ്ടുവരുന്ന ഗുഹയും സിംഹക്കുട്ടികൾ നിർബാധം വിഹരിക്കുന്ന മാളങ്ങളും എവിടെ? സിംഹം തൻ്റെ കുട്ടികൾക്കു വേണ്ടി വേണ്ടുവോളം മാംസം ചിന്തിക്കീറി വെച്ചിട്ടുണ്ട്. സിംഹികൾക്കു വേണ്ടി ഇരയെ ഞെരിച്ചു കൊന്നിരിക്കുന്നു. ഇരയെ കൊണ്ട് അവന്റെ ഗുഹയും ചിന്തിയ മാംസം കൊണ്ട് മാളവും നിറച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്റെ രഥങ്ങളെ കത്തിച്ചു കളയും. നിന്റെ സിംഹക്കുട്ടികൾ വാളിനിരയാകും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ സ്വരം മേലിൽ കേൾക്കുകയില്ല. അധ്യായം 3. നിനവയുടെ അക്രമങ്ങൾ. രക്തപങ്കിലമായ നഗരത്തിന് ഹാ കഷ്ടം! വ്യാജവും കൊള്ളയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് കവർച്ച ഒഴിയുകയില്ല. ചമ്മട്ടിയുടെ ശബ്ദം, ചക്രങ്ങളുടെ ഇരമ്പൽ, കുതിരകളുടെ കുളമ്പടി, രഥങ്ങളുടെ മുഴക്കം, കുതിക്കുന്ന കുതിരപ്പടയാളികൾ, ജ്വലിക്കുന്ന വാൾ, തിളങ്ങുന്ന കുന്തം, നിഹതന്മാരുടെ വ്യൂഹങ്ങൾ, ശവശരീരങ്ങളുടെ കൂമ്പാരം, എണ്ണമറ്റ മൃതദേഹങ്ങൾ. അവർ അവയെ ചവിട്ടി കടന്നു പോകുന്നു. വേശ്യാവൃത്തി കൊണ്ട് ജനതകളെയും വശീകരണ ശക്തി കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ച മോഹിനിയും മാരക വശ്യതയുള്ളവളുമായ വേശ്യയുടെ എണ്ണമറ്റ വേശ്യാവൃത്തികൾ നിമിത്തമാണിതെല്ലാം സംഭവിച്ചത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്റെ വസ്ത്രം മുഖത്തോളം ഉയർത്തി ജനതകൾക്ക് നിന്റെ നഗ്നത കാണിച്ചു കൊടുക്കും. രാജ്യങ്ങൾ നിന്റെ ലജ്ജ ദർശിക്കാൻ ഇടവരുത്തും. ഞാൻ നിന്റെ മേൽ ചെളി വാരിയെറിയും. ഞാൻ നിന്നോട് വെറുപ്പോടെ പെരുമാറുകയും നിന്നെ നിന്ദാവിഷയമാക്കുകയും ചെയ്യും. നിന്നെ കാണുന്ന എല്ലാവരും നിന്നെ വിട്ടകന്ന് ഇപ്രകാരം പറയും, നിനവേ ശൂന്യമായിരിക്കുന്നു. അവളെ ചൊല്ലി ആര് വിലപിക്കും? അവൾക്കു വേണ്ടി ഞാൻ എവിടെ നിന്ന് ആശ്വാസകരെ കണ്ടുപിടിക്കും? നൈലിനരികെ സ്ഥിതി ചെയ്യുന്ന തേബസിനേക്കാൾ ശ്രേഷ്ഠയാണോ നീ? അവൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു. കടൽ അവൾക്ക് കോട്ടയും വെള്ളം അവൾക്ക് മതിലും ആയിരുന്നു. എത്യോപ്യ അവളുടെ ശക്തിയായിരുന്നു. ഈജിപ്തും അവൾക്ക് അതിരറ്റ ശക്തി പകർന്നു. പുത്യരും ലിബിയാക്കാരും അവളുടെ സഹായകരായിരുന്നു. എന്നിട്ടും അവൾ തടവിലാക്കപ്പെട്ട് അടിമത്തത്തിലാണ്ടു. വഴിക്കവലകളിൽ വെച്ച് അവളുടെ കുഞ്ഞുങ്ങൾ നിലത്തടിച്ചു കൊല്ലപ്പെട്ടു. അവളുടെ സമുന്നതന്മാർക്കു വേണ്ടി അവർ നറുക്കിട്ടു. അവളുടെ പ്രഭുക്കന്മാരെയെല്ലാം അവർ ചങ്ങലയിൽ ബന്ധിച്ചു. അങ്ങനെ നീയും ലഹരി പിടിച്ച് ഉന്മത്തയും പരിഭ്രാന്തയുമാകും. ശത്രുക്കളിൽ നിന്ന് നീ അഭയം അന്വേഷിക്കും. നിന്റെ കോട്ടകൾ പാകമായ ആദ്യ ഫലങ്ങൾ പേറുന്ന അത്തിവൃക്ഷങ്ങൾ പോലെയാകും. കുലുക്കിയാൽ അവ ഭോക്താവിന്റെ വായിൽ തന്നെ പതിക്കും. നിന്റെ സൈന്യം സ്ത്രീകളെ പോലെയാണ്. നിന്റെ ദേശത്തിന്റെ കവാടങ്ങൾ ശത്രുക്കൾക്കായി മലർക്കെ തുറന്നിരിക്കുന്നു. അഗ്നി നിന്റെ ഓടാമ്പലുകളെ വിഴുങ്ങിയിരിക്കുന്നു. ഉപരോധത്തിനു വേണ്ടി വെള്ളം കോരുക. കോട്ടകളെ ബലപ്പെടുത്തുക. ചെളിയിലിറങ്ങി കളിമണ്ണ് ചവിട്ടിക്കുഴച്ച് ഇഷ്ടികയുണ്ടാക്കുക.
അവിടെ അഗ്നി നിന്നെ വിഴുങ്ങും, വാൾ നിന്നെ വിച്ഛേദിക്കും. വെട്ടുകിളി പോലെ അത് നിന്നെ സംഹരിക്കും. വെട്ടുകിളിയെ പോലെ പെരുകുക, വിട്ടിലിനെ പോലെ വർദ്ധിക്കുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമായി നീ നിന്റെ വ്യാപാരികളെ വർദ്ധിപ്പിച്ചു. വെട്ടുകിളി ചിറകു വിരിച്ചു പറന്നകലുന്നു. നിന്റെ പ്രഭുക്കന്മാർ വിട്ടിലുകളെ പോലെയും നിന്റെ സൈന്യാധിപന്മാർ ശീതകാലത്തു വേലിയിൽ പറന്നുകൂടുന്ന വെട്ടുകിളി പറ്റങ്ങൾ പോലെയുമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അവ പറന്നു പോകുന്നു. അവ എവിടെയാണെന്ന് ആരും അറിയുന്നില്ല. അസീറിയ രാജാവേ, നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു, നിന്റെ പ്രഭുക്കന്മാർ മയങ്ങുന്നു. ഒരുമിച്ച് കൂട്ടാൻ ആരുമില്ലാതെ നിന്റെ ജനം മലകളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ക്ഷതത്തിന് ശമനമില്ല, നിന്റെ മുറിവ് മാരകമാണ്. നിന്നെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം കൈകൊട്ടിച്ചിരിക്കും. നിന്റെ ഒടുങ്ങാത്ത ദ്രോഹം ഏൽക്കാത്തത് ആർക്കാണ്? ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം. ആമുഖ വായന. ഇസ്രായേലിനെ ഞെരുക്കിയിരുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ നാശമാണ് ഗ്രന്ഥത്തിലെ പ്രമേയം. ആ ഭരണാധിപൻ ആര് എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കാലനിർണയവും എളുപ്പമല്ല. അസീറിയക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാഹൂമിന്റെ സമകാലികനായിരിക്കണം ഹബക്കുക്ക്. പ്രവാചകനെ പറ്റി മറ്റു വിവരണങ്ങളൊന്നും ലഭ്യമല്ല. പ്രവാചകന്റെ 2 ചോദ്യങ്ങളും കർത്താവ് അവയ്ക്ക് നൽകുന്ന മറുപടിയും ഉൾക്കൊള്ളുന്ന ഒരു വിലാപഗാനമാണ് ആദ്യ ഭാഗം. നാടാകെ അനീതിയും അക്രമവും നിറഞ്ഞിട്ടും കർത്താവ് രക്ഷ നൽകുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വിഴുങ്ങുമ്പോഴും അവിടുന്ന് നിശബ്ദനായിരിക്കുന്നു. ഇതാണ് പ്രവാചകന്റെ പ്രശ്നം. കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു. ദുഷ്ടന് ശിക്ഷയും നീതിമാന് സമ്മാനവും ഉണ്ടാകും എന്ന് മറുപടി ലഭിക്കുന്നു. മറ്റുള്ളവരെ വെട്ടി വിഴുങ്ങി ശക്തനായി തീർന്ന ദുഷ്ടശത്രുവിനെതിരെയുള്ള 5 ശാപങ്ങളാണ് തുടർന്ന് കാണുന്നത്. തന്റെ ജനത്തെയും അഭിഷിക്തനെയും രക്ഷിക്കാൻ ആഗതനാകുന്ന കർത്താവിനെ ദർശിച്ച പ്രവാചകൻ ഉതിർക്കുന്ന പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ഗ്രന്ഥം അവസാനിക്കുന്നത്. അധ്യായം 1. പ്രവാചകന്റെ ആവലാതി. ഹബക്കുക്ക് പ്രവാചകന് ദർശനത്തിൽ ലഭിച്ച ദൈവത്തിന്റെ അരുളപ്പാട്. കർത്താവെ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എന്റെ കൺമുൻപിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമാക്കപ്പെടുന്നു. ദൈവത്തിന്റെ മറുപടി. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതാ, ഞാൻ തിക്തവും വേഗമേറിയതുമായ കൽദായ ജനതയെ ഇളക്കിവിടുന്നു. തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകി മുന്നേറുന്നു. ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ. നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളെക്കാൾ വേഗതയുണ്ട്, അവയ്ക്ക് ഇര തേടുന്ന ചെന്നായേക്കാൾ ഭീകരതയുണ്ട്. അവരുടെ കുതിര പടയാളികൾ ഗർവോടെ മുന്നേറുന്നു. അവരുടെ കുതിര പടയാളികൾ വിദൂരത്തു നിന്ന് വരുന്നു. ഇരയെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകനെ പോലെ അവർ പറന്നടുക്കുന്നു. അവർ അക്രമവുമായി വരുന്നു. അവർക്ക് മുൻപേ അവരെക്കുറിച്ചുള്ള ഭീതി നീങ്ങുന്നു. അവരുടെ തടവുകാർ മണൽത്തരി പോലെ അസംഖ്യമാണ്. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു, പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു. കോട്ടകളെ അവർ നിസ്സാരമായി തള്ളുന്നു. മൺതിട്ട ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു. കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു. സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു. ആവലാതി. എന്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. കർത്താവെ, അങ്ങ് അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. അഭയശിലയായവനെ, അങ്ങ് അവരെ ശിക്ഷയ്ക്കായി നീക്കി വച്ചിരിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. അവിശ്വസ്തരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നേക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നതും കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട്?
അങ്ങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെപ്പോലെ നാഥനില്ലാത്ത ഇഴജന്തുക്കളെ പോലെ ആക്കുന്നതെന്തുകൊണ്ട്? അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു, വയലിൽ കുടുക്കി വലിച്ചെടുക്കുന്നു, തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു. അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. തന്നിമിത്തം അവൻ തൻ്റെ വലയ്ക്കു ബലികളും തൻ്റെ കോരുവലയ്ക്കു ധൂപവും അർപ്പിക്കുന്നു. അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായി ആഹാരം കഴിക്കുന്നതും. ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വലകുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുമോ? അധ്യായം 2. മറുപടി. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എനിക്ക് ഉത്തരമരുളി. ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ദുഷ്കർമ്മികൾക്കു ശാപം. വീഞ്ഞു വഞ്ചന നിറഞ്ഞതാണ്. ഗർവിഷ്ഠൻ നിലനിൽക്കുകയില്ല. അവൻ്റെ അത്യാഗ്രഹം പാതാളം പോലെ വിസ്താരമുള്ളതാണ്. മൃത്യുവിനെ പോലെ അവന് ഒരിക്കലും മതിവരികയില്ല. ജനതകളെയെല്ലാം അവൻ തനിക്കായി ശേഖരിക്കുന്നു. ജനപദങ്ങളെ തൻ്റേതെന്ന പോലെ അവൻ പെറുക്കിക്കൂട്ടുന്നു. ഇവർ നിന്ദയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും. സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത്? പണയ വസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ഹാ കഷ്ടം. നിന്റെ കടക്കാർ പാഞ്ഞെടുക്കുകയും നിന്നെ ഭയാധീനനാക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ? അപ്പോൾ നീ അവർക്ക് കൊള്ളവസ്തുവായി തീരും. നീ അനേക ജനതകളിലെ കൊള്ളയടിച്ചതിനാൽ നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും നീ അക്രമം കാണിച്ചതിനാൽ ജനപദങ്ങളിൽ അവശേഷിക്കുന്നവർ നിന്നെ കൊള്ളയടിക്കുകയും ചെയ്യും. അനർത്ഥങ്ങളെ പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂട്ടുകൂടേണ്ടതിന് തൻ്റെ കുടുംബത്തിനു വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തിവെച്ചു. നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. കല്ലു വിളിച്ചു പറയും. മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും. രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ഹാ കഷ്ടം. അഗ്നിക്കിരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യർത്ഥതയ്ക്ക് വേണ്ടി ജനതകൾ ബന്ധപ്പെടുന്നതും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണല്ലോ. ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും. അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവരെ ക്രോധത്തിന്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തരാക്കുന്നവർക്ക് ഹാ കഷ്ടം. മഹത്വത്തിന് പകരം വെറുപ്പ് കൊണ്ട് നിനക്ക് ചെടിപ്പുണ്ടാകും. നീ കുടിക്കുക, മതോന്മത്തനാവുക. കർത്താവ് തൻ്റെ വലതു കൈയിലെ പാനപാത്രം നിന്റെ നേരെ നീട്ടും. ലജ്ജ നിന്റെ മഹത്വത്തെ മറയ്ക്കും. ലെബനോനോട് നീ ചെയ്ത അക്രമം നിന്നെ അടിപ്പെടുത്തും. നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും അക്രമം കാണിക്കുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശം നിന്നെ ഭയവിഹ്വലനാക്കും. വിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? ശില്പി തീർത്ത ലോഹബിംബവും വ്യാജോപദേഷ്ടാവും അല്ലേ അത്? മൂക വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം കരവിരുതിലാണ് ആശ്രയിക്കുന്നത്. തടി കഷ്ണത്തോട് ഉണരുക എന്നും മൂകമായ കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവന് ഹാ കഷ്ടം. അതിനു വെളിപാട് നൽകുവാൻ കഴിയുമോ? സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ ജീവശ്വാസം ഇല്ല. എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ. അധ്യായം 3. പ്രവാചകന്റെ പ്രാർത്ഥന. ഹബക്കുക്ക് പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാ ഗീതം. കർത്താവെ, അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നു. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ. ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവം തേമാനിൽ നിന്ന്, പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു.
അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വെച്ചിരിക്കുന്നു. പകർച്ചവ്യാധി അവിടുത്തെ മുൻപേ നീങ്ങുന്നു. മഹാമാരി അവിടുത്തെ തൊട്ടു പിന്നിലുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു. അവിടുന്ന് ജനതകളെ നോക്കി വിറപ്പിക്കുന്നു. അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി, ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി. അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ. കുഷാന്റെ കൂടാരങ്ങൾ ദുരിതത്തിലാഴുന്നത് ഞാൻ കണ്ടു. മിദിയാൻ ദേശത്തിന്റെ തിരശീലകൾ വിറയ്ക്കുന്നു. കർത്താവെ, നദികൾക്കെതിരെയാണോ അവിടുത്തെ ക്രോധം? അങ്ങ് കുതിരപ്പുറത്തും വിജയരഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരെയും അങ്ങയുടെ രോഷം സമുദ്രത്തിനു നേരെയും ആയിരുന്നുവോ? അങ്ങ് വില്ല് പുറത്തെടുത്ത് ഞാണിൽ അമ്പു തൊടുത്തു. നദികളാൽ അങ്ങ് ഭൂമിയെ പിളർക്കുന്നു. പർവ്വതങ്ങൾ അങ്ങയെ കണ്ടു വിറച്ചു. മഹാപ്രവാഹങ്ങൾ എല്ലാം ഒഴുക്കിക്കളഞ്ഞു. ആഴി ഗർജിച്ചു, ഉയരത്തിലേക്ക് അതിൻ്റെ കൈകൾ ഉയർത്തി. അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിന്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി. അങ്ങ് ക്രോധത്തോടെ ഭൂമിയെ ചവിട്ടി, കോപത്തോടെ ജനതകളെ മെതിച്ചു. അങ്ങയുടെ ജനത്തിന്റെ, അങ്ങയുടെ അഭിഷിക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി. അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു, അതിന്റെ അടിത്തറ വരെ അനാവൃതമാക്കി. അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതറിക്കാൻ ചുഴലിക്കാറ്റ് പോലെ വന്ന അവന്റെ യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ട് പിളർന്നു. സമുദ്രത്തെ, അതിൻ്റെ ഇളകി മറിയുന്ന തിരമാലകളെ അശ്വാരൂഢനായി അങ്ങ് ചവിട്ടി മെതിച്ചു. ഞാൻ കേട്ടു, എൻ്റെ ശരീരം വിറയ്ക്കുന്നു. മുഴക്കം കേട്ട് എൻ്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. എൻ്റെ അസ്ഥികൾ ഉരുകി, എൻ്റെ കാലുകൾ പതറി. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാൽ, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഗായക സംഘ നേതാവിന് തന്ത്രി നാദത്തോടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും